പുഷ്പ ടു അങ്ങനെ പുഷ്പ ടു റിലീസായിരിക്കുകയാണ്. ഇതൊരു റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ റിവ്യൂ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. കാര്യം വെച്ചാൽ നിങ്ങൾ നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള റിവ്യൂവേഴ്സൊക്കെ വന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കും. ചിലപ്പോൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഒരാളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സുകുമാർ എന്ന് പറയുന്ന ഡയറക്ടർ അല്ലെങ്കിൽ ആ ഒരു എഴുത്തുകാരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു പുഷ്പ 1 റിലീസായത് December 16, 2021 ആണെന്ന് തോന്നുന്നു. ഇപ്പം ഇന്ന് 5th December 2024, ഓൾമോസ്റ്റ് 3 വർഷമായി. നിങ്ങൾക്ക് ഒരു നല്ല ക്ലൈമാക്സ് എഴുതാൻ ഇതുവരെ പറ്റിയില്ലേ? ഈ സിനിമയുടെ ക്ലൈമാക്സ് എനിക്ക് ഈ സിനിമയിൽ മനസ്സിലാകാത്തത് എന്തിനാണ് ഇങ്ങനൊരു പ്രോപ്പർ ക്ലൈമാക്സ് ഇല്ലാതെ ബാക്കി നിങ്ങളതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരുപാട് നല്ല സീക്വൻസുകളുണ്ട്, പക്ഷേ ക്ലൈമാക്സ് കാണിച്ചു വെച്ചേക്കുന്നത് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഇത്രയും വലിയൊരു സിനിമയ്ക്ക് ഈ ഒരു സിനിമ ഡിസേർവ് ചെയ്യുന്ന ഒരു ബ്ലാസ്റ്റ് ഉണ്ട് ക്ലൈമാക്സിൽ എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്? എനിക്ക് ശരിയാണ്, നമ്മൾ ഒരു സിനിമ എടുക്കാനോ ഒരു ലൈറ്റ് വെക്കാനോ ഒരു ക്യാമറ ആംഗിൾ വെക്കാനോ ഒന്നും പ്രോപ്പർലി അറിയാത്തൊരു ഒരു സാധാ മനുഷ്യനാണ് ഞാൻ. പക്ഷെ എന്നോട് ഈ ഒരു കഥയുടെ ക്ലൈമാക്സ് ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എൻ്റെ പൊന്നെണ്ണ ഇത് വർക്കാകത്തില്ലെന്ന്. ഒന്നും അറിയാത്ത എനിക്കിത് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ടീം, ഒരാൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു സിനിമയല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സിനിമകളിലൊന്നാണ്. ഇതിൻ്റെ എന്താ പറയണ്ടേ, ഈ സിനിമയിൽ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം പലരും ഇത് പറയുന്ന ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, പുഷ്പരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സീൻ. അത് ആക്ച്വലി ഫസ്റ്റ് പാർട്ട് പോലാണ് അവർ ഇതിലും ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് മനസ്സിലാകാത്തത്, ഫസ്റ്റ് പാർട്ടിൻ്റെ പുഷ്പ കാണിക്കുന്നൊരു സീക്വൻസ് ഉണ്ട്, ഒരു ഫൈറ്റ് സീക്വൻസ്. അത് ഈ സിനിമയുടെ ടോട്ടൽ കഥയിൽ എവിടെയാണ് ഈ കഥ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുപോലെയാണ് ഇതിൻ്റെയും ഇൻട്രൊഡക്ഷൻ സീൻ വരുന്നത്. ടോട്ടലി വേറൊരു സ്ഥലത്ത് വേറൊരു സംഭവമായിട്ട് നടക്കുന്നു. അത് പോട്ടെ, ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറയാം. പിന്നീട് നല്ലൊരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് CM ആയിട്ടൊരു സീനുണ്ട്, CMൻ്റെ ഒരു സീനുണ്ട്, ഒരു ഫോട്ടോ റിലേറ്റഡ്. അത് അങ്ങനത്തെ ഒരു സാധനം ക്ലൈമാക്സിൽ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ പോലും എന്തോ നല്ലതായിരുന്നു. അങ്ങനെ ഒരു മൈൻഡ് ഗെയിം പോലെ ഒരു സാധനം വേണം. ആ സാധനം പിന്നെയും കിട്ടിയില്ല. പിന്നെ കിട്ടിയെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇൻ്റർവെല്ല് കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് എൻ്റെ ആകുന്നിടം വരെ നല്ല രസമായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അതല്ലാത്ത പക്ഷേ എനിക്ക് ഈ സിനിമ ടോട്ടലി വർക്കൗട്ടേ ആയിട്ടില്ല. ഞാൻ എന്താ പറയുക, ഞാൻ അല്ലു അർജുൻ ഫാനാണ്. എനിക്ക് പ്രോപ്പർലി നല്ലൊരു അല്ലു അർജുനെ പോലും ഈ സിനിമയിൽ കാണാൻ പറ്റിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പം ജാതര സീക്വൻസ്, അതിനെപ്പറ്റിയൊക്കെ അതിനകത്ത് പുള്ളിക്കാരൻ ചെയ്യുന്നൊരു ഡാൻസ് സീക്വൻസ് ഉണ്ട്, അത് കിടുമായിരുന്നു. ഞാൻ ആ സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭയങ്കര ആ സീൻ ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ലെന്ന് വിചാരിച്ചിട്ടിരുന്ന മനുഷ്യനാണ്. ആ സീൻ ഇല്ലെങ്കിൽ ഈ സിനിമ ആ സിനിമയിൽ അവർ പറയാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം പുള്ളിക്കാരൻ ഈ ഗെറ്റപ്പ് ചെയ്തതിന് ശേഷം പറയും. ദാറ്റ് വാസ് എപ്പിക്. അത് കിടുവായിരുന്നു. ആ പറയാൻ ഉദ്ദേശിച്ച കാര്യം കിടുവായിരുന്നു. അത് ഈ സീക്വൻസ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും അതാണ് അവർ പറയാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനിത്രയും അല്ലു അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കഷ്ടപ്പെട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും സമയം എടുത്തവർ ചെയ്തൊരു സീക്വൻസാണ്. ഞാനോർത്ത് അത്രയും ഇപ്പം RRRനകത്ത് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നൈറ്റ് സീൻ, അതായത് മറ്റേ നമ്മുടെ ഇൻ്റർവെൽ സീനിന് മുമ്പുള്ള മറ്റേ എല്ലാം കൂടെ ചാടുന്ന മൃഗങ്ങളെല്ലാം കൂടെ ചാടുന്ന ഒരു സീക്വൻസ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തതാണ്. ആ സീൻ ആ സിനിമയിൽ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ അത്രയും കഷ്ടപ്പെട്ടത്. ഈ സിനിമയിൽ ഈ സിനിമ ഇത്രയും വലിയ ഒരു ക്യാൻവാസിൽ ഇത്രയും സമയം എടുത്തത് ചെയ്തതാണ് പ്രശ്നം. വളരെ ഇപ്പം റീസെൻ്റ്ലി കണ്ട പടങ്ങളിൽ വെച്ചിട്ട് അതുപോലെ മോശം സിനിമ എക്സ്പീരിയൻസ് ഒന്നുമല്ല. ഇതിനകത്ത് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്, നല്ല മൊമെൻറ്റ്സുകളുണ്ട്. പക്ഷേ ടോട്ടലി കഥ എന്ന് പറയുന്നതും എസ്പെഷ്യലി ക്ലൈമാക്സ്, ബാക്കി എല്ലാം ഞാൻ മറന്നു. പക്ഷേ ക്ലൈമാക്സ് എന്ത് തേങ്ങയാണ് കാണിച്ചു വെച്ചേക്കുന്നത്, എൻ്റെ പൊന്നോ. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഞാനൊന്നും അത്രയും വളർന്നിട്ടില്ല അത് എന്താണെന്ന്. ഒരു സാധനം ഉണ്ട്, അതായിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചു. ഇനിയിപ്പോൾ പുള്ളിയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇനി കാണണം, അതാണോ പുള്ളി ഇനി ഉദ്ദേശിച്ചെന്ന്. നമുക്ക് ഫസ്റ്റ് തൊട്ടേ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടറിനുള്ളൊരു പ്രശ്നം, ആ പ്രശ്നമാണല്ലോ ഈ എൻ്റയർ പരിപാടിക്ക് കാരണം. അതാണോ ഇനി അവർ ഉദ്ദേശിച്ചത്? അതിന് തൊട്ട് മുമ്പ് ഒരു ഫൈറ്റും അതിൻ്റെ ഒരു കാരണവും അതൊക്കെ എൻ്റെ പൊന്നോ. നിങ്ങളിത് സമയമുള്ളവർ പോയി കാണണമെന്ന് പോലും പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ
3 മണിക്കൂർ 21 മിനിറ്റ്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയണം, ഇതിൻ്റെ ഒരു ലെങ്ത് നമുക്ക് അങ്ങനെ വലുതായിട്ട് നമുക്ക് ഈ 3.5 മണിക്കൂർ എന്നുള്ള ലെങ്ത് ഫീൽ ആകാത്ത രീതിയിൽ പാട്ടുകൾ വരും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് കാണുക. കുറച്ച് നാൾ മുമ്പാണ് അത് ചെയ്തത്. ഈ സിനിമയുടെ അനാവശ്യമായിട്ടുള്ള സീക്വൻസുകളും അനാവശ്യമായുള്ള ഒരു പാട്ടുകളും വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പാട്ടുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പാട്ട് അങ്ങനെ നമുക്ക് ഇത്രയും ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് ഈ പാട്ടുകൾ വരുന്നതിന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു പാട്ടൊഴിച്ച് ബാക്കിയെല്ലാം നല്ല അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് വരുന്നത്. പക്ഷെ പാട്ട് ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പാട്ട് വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇത് പോയി റീലൊക്കെ കണ്ട്, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പാട്ട് വെച്ച് നമുക്ക് സമയം തന്നിരിക്കുന്നത്. എന്നാലും നിങ്ങളെല്ലാം ഇത് തിയേറ്ററിലൂടെ അല്ല ഇത് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് പറ്റാതായിപ്പോൾ. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടും. നല്ല ഇത്രയും കഷ്ടപ്പെടുന്നതുകൊണ്ടൊക്കെയാണ് അല്ലു അർജുനെ പോലുള്ള ഒരു നടൻ ഇത്രയും ടൈം ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത. സുകുമാർ അണ്ണ, നിങ്ങളുടെ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറ്റിപ്പോയത്? എന്തുകൊണ്ട് ക്ലൈമാക്സ് നല്ല എഴുതിയില്ല? അത് പറ്റുവാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാനത് പോയി കേൾക്കുന്നതായിരിക്കും. അത് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തൊരു സാധനം, അത് എനിക്ക് പറ്റുന്നില്ല എന്നാ. സോറി, ഞാനൊരു വലിയ അല്ലു അർജുൻ ഫാനാണ്. ഈ ഒരു സിനിമ വലിയൊരു വിജയമാണെന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ച ഒരാളാണ്. സിനിമ അങ്ങനെ ഇല്ലാതായി പോകുന്നൊന്നുമില്ല. ബോക്സ് ഓഫീസിൽ അത്യാവശ്യം കളക്ഷനൊക്കെ നേടി. ഇപ്പം അങ്ങനത്തെ പല സിനിമകളും നമ്മൾ ബോക്സ് ഓഫീസിൽ ഭയങ്കര കളക്ഷൻ നേടിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതും അങ്ങനെ നേടും. പക്ഷേ ആസ് എ ഓഡിയൻസ്, ആസ് എ ഫാൻ ഭയങ്കര ആയിരുന്നു. സോറി. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.